മുംബൈയിൽ വരെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുംബൈയിലെ കാഴ്ചകളാണ്. प्रवाशांनी कृपया लक्ष द्यावे. गाडी क्रमांक 2-3-05 मुंबई पुणे. ലാസ്റ്റ് ടൈമിൽ നമ്മളിവിടെ നിന്നിട്ട് ഓടേണ്ടി വന്നല്ലേ. ब्राइट कलर आले इंजिन ते पुदियदा ചെയ്യടാ, അടികൂടടാ. ഇതൊക്കെ പിന്നെ ട്രെയിനിൽ രണ്ടുപേരുടെ അടി കൂടുവാണ്. കണ്ണാടിയൊക്കെ പൊട്ടി കണ്ണാടിയാണ്. അടിപൊളി, രണ്ടുപേരുടെ ദേഷ്യം വരുന്നു. ഞങ്ങൾ ട്രെയിനിൽ സാൻഡ്വിച്ച് കഴിച്ചു. ഞങ്ങൾ സാൻഡ്വിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഏട്ടാൻ ട്രെയിനിൽ നിന്ന് കോഫി മേടിച്ചു. ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, ഒട്ടും കൊള്ളത്തില്ല. അതുപോലെ സോക്സ് കൊണ്ടുവന്ന സോക്സ്, ലേഡീസ് സോക്സ്, ക്യാപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പോകുന്നതാണ്. അറിയുന്നില്ല, നമ്മൾ മേടിച്ചില്ല. എന്താ സ്റ്റേഡിയോ?
एरिया ने क्लीन करवा कर दे थे तो सर का फोन आया था कि शायद आज या नहीं तो सुबह कल सर्वे के लिए लोग आ रहे हैं तो उससे पहले जगह ठीक है ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക ഭയങ്കരമായിട്ട് അല്ലേ ആദ്യം പ്ലേറ്റ് വരും, ദാലിന് സ്പൂൺ, പിന്നെ വരുന്നത് കാന്ത, ലെമൺ. കാന്ത ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല. ആദ്യം വരുന്ന കാന്ത എന്ന് പറയുന്ന ഉള്ളി. പറയാൻ ഇവരാരും സമ്മതിക്കുന്നില്ല. ഇവരുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ കൂടി വരും. ഞാൻ പറയട്ടെ, എനിക്ക് മഷ്റൂം വേണ്ട. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാലും ആദ്യം കൊണ്ടുവയ്ക്കുന്നതാണ് ഇത്. പ്ലേറ്റ് ചെറുതായിപ്പോയി. ഉള്ളി, ലെമൺ, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഇതാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഇതൊരു ചെറിയ റെസ്റ്റോറൻറ്റാണ്, പക്ഷേ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളിവിടെ കയറുന്നത്. നല്ല ടേസ്റ്റ്. നമ്മൾ നേരത്തെയും കഴിച്ചു. വലിയ റെസ്റ്റോറൻറ്റ്സിന് ചെറിയ റെസ്റ്റോറൻറ്റ്സിനോ നോക്കിയല്ല പോലെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമ്മളിവിടെ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചെറിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ അവരുടെ റേറ്റിംഗ് കുറവായതുകൊണ്ട് അവരുടെ ബെസ്റ്റ് നല്ല റേറ്റിംഗ്. വലിയ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആൾക്കാർക്ക് ഓവർ കോൺഫിഡൻസ് അതുകൊണ്ട് ഇങ്ങനെ കൂടെ ചെയ്യണം. ഇങ്ങനെ അവിടെ വയ്ക്കും. എടാ അത് ഇതിനകത്ത് വെക്കണ്ട. നമ്മൾ ഒന്ന് മുംബൈയിൽ ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ മുംബൈയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. നമ്മൾ കൊളാവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഷോപ്പിംഗ് ചെയ്യാം. ഷോപ്പിംഗ് സെൻറ്റർ, ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളും തുണികളും എന്തൊക്കെ കിട്ടുമെന്നോ ഒക്കെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എങ്ങനെയൊക്കെയാണ് വില എന്നൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ IPL ഒക്കെ നടക്കുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ വെളിയിലൂടെയാണ്. IPL നടക്കുന്നത് ഇതേ കണ്ട സ്റ്റേഡിയത്തിൻ്റെ ഇതാ കാണുന്നത്. ഇപ്പം നമ്മളിവിടെ നിൽക്കും, അതുകൊണ്ട് കാണുന്നില്ല. കളിക്കാം. പക്ഷെ എനിക്ക് ക്രിക്കറ്റർ ആവാൻ അത്രയ്ക്ക് ഈ സ്റ്റേഡിയത്തിൽ IPL ഒക്കെ നടക്കുന്നത്.
സച്ചിൻ ധോണിന്റെ ഫാൻസ് ഒക്കെ ലൈക്ക് ചെയ്യാറ് നേണ്ട അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയേഴ്സിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ. മുംബൈ ഇന്ത്യൻസിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ടാറ്റ സ്റ്റേഷനിൽ പോയി. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു ട്രെയിൻ കിടപ്പുണ്ട്. ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനായി കാണുന്നത്. നമ്മുടെ VT സ്റ്റേഷൻ്റെ അത്രയും വലുത് തന്നെ. അപ്പോഴും പറയാനായിട്ട് എനിക്ക് ഞാനങ്ങ് മറന്നു പോകും ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. നമ്മൾ അന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം വണ്ടി കണ്ടിട്ട് കാത്ത് ഓർമ്മയുണ്ടോ നമ്മൾ താഴ്ച പോകാനായിട്ട് അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ താജിൽ പോകാനായിട്ട് വണ്ടി കയറ്റി കാത്തു നിന്നത് ലാസ്റ്റ്. നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ പിന്നെ റൈസ് ദാലും കൂടെ മേടിച്ച് അതുകൂടെ കഴിച്ച്. അത് വളരെ ചൂടായിരുന്നു. അല്ല ചൂട് റൈസും ചൂട് ദാലും. പക്ഷേ ലാസ്റ്റിൽ ലസ്സി കിട്ടിയുണ്ട്. ലസ്സിയും കുടിച്ചു ലാസ്റ്റിൽ. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് കിട്ടി. വയറ് ഓക്കെ ആയി. അല്ലെങ്കിൽ വയറ് നിറഞ്ഞു പോയി. സത്യം ലസ്സി ഉണ്ടായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ലസ്സി കട്ടിയായിരിക്കണം. ആണ് കട്ടിയായിട്ടായിരിക്കല്ലേ അല്ലേ അച്ഛാ? ഭയങ്കര ചൂടായി. അച്ഛനമ്മ ആയാൽ പറയാം. ഒരു സൈഡിന് പ്രാവുകളും ബെഞ്ചിലെ ആൾക്കാർ. എത്ര വലിയ സ്റ്റേഡിയം നോക്കും. എത്ര സെറ്റ് പിള്ളേരാണ് കളിക്കുന്നത്. 2 സൈഡിലുണ്ട്. ഇവിടെയും പിന്നെ അപ്പുറത്തും. അങ്ങേറ്റത് കൊണ്ട് അവിടെ വേറെയുണ്ട്. ഇവിടെ വേറെ 3-4 സ്ഥലം അപ്പുറത്തും ഉണ്ട്. 4 സെറ്റ്. എല്ലാ പിള്ളേരും യൂണിഫോം ഇട്ടോണ്ടാ. അത് വെയിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ പിള്ളേർക്കും കളിക്കാൻ രസമായിരുന്നു. മഴയുള്ള സമയത്ത് ബന്ദ്. കീച്ചെയിൻ മാത്രം നോക്കടാ. പിള്ളേരുടെ പാൻറ് കൊള്ളാല്ലേ? ഇതേതൊക്കെ കൊള്ളാല്ലേ? എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എല്ലാം ഈ മോഡേൺ ടൈപ്പിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. പക്ഷെ വിലയും അതേണ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ നിന്നാൽ മതി കേട്ടോ. നീ നോക്കടാ ഇഷ്ടപ്പെട്ട. ഞാൻ 999. ബ്രേസ്ലെറ്റ് നോക്കുന്നു ഗൈസ്. ബ്രേസ്ലെറ്റ് അമ്മേൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അല്ലടാ എല്ലാം ബാഗുകളാണ്.
ഭാഗം നോക്കിക്കേ. क्या रेट का है? 32 ഉണ്ട്. 32 ഉണ്ട്. പോവാം നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കളർ കൊള്ളാമല്ലേ. അങ്ങനെ നടന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു താജ് ഹോട്ടലിൻ്റെ അവിടെ. താജ് ഹോട്ടൽ കണ്ടേ, ഇവിടെ വരെ താജ് കൊളാവാന്ന് പറയുന്നത് താജിൻ്റെ അവിടെ തന്നെ. എത്ര താജ് ഹോട്ടലിൻ്റെ അവിടെ വന്നതിന് താജ് കാണാതെ പോകുന്ന ശരിയല്ലല്ലോ. എനിക്കത്തെ താജ് ഹോട്ടൽ ഇതിൻ്റെ പുറകെ കാണുന്നതാണ് താജ് ഹോട്ടൽ. ഏട്ടൻ പറയായിരുന്നു ഇവിടെ വരെ വന്നിട്ട് നമ്മൾ സമുദ്രത്തിൻ്റെ സൈഡ് വരെ വന്ന് എന്നിട്ട് സമുദ്രം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മളെത്തിയപ്പോൾ കൊളാബ ഗേറ്റ് വേ ഇന്ത്യയുടെ അവിടെ. ഓക്കെ, നമുക്ക് അപ്പുറ സൈഡിൽ പോവാം. അന്നൊരു ദിവസം നമ്മൾ ഇതിനകത്ത് കയറിയിട്ടൊക്കെയായിരുന്നു പോയത്. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ഇതിനകത്ത് കയറുന്നില്ല. ഇതിനകത്ത് കയറുന്നില്ലേ? ഇവിടെ കിടക്കില്ലേ? അന്നൊരു ദിവസം പോടോ എന്തുമാത്രം പോട്ടാ കിടക്കുന്നത്. ആ വെള്ളം എത്ര ഡേർട്ടി അല്ലേ. ദൈവത്തിൻ്റെ ഫോട്ടോ ഞങ്ങളങ്ങനെ ജസ്റ്റ് അവിടെ നിന്നു ഒന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാം. ആണ് എൻ്റെ ബാക്കി കാണുന്നതാണ്. ഇവിടെയൊക്കെ കുറേ കടകൾ കാണുന്നുണ്ട്. ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കിവിടെ കയറാം. എല്ലാം കസ്റ്റമൈസ് ചെയ്ത് തരും. ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ. അതായത് താജ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ സൂപ്പറായിരിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ കയറുന്നില്ല. പോക്കറ്റിലില്ല, കാലിയാവാനും ഉണ്ടാവില്ല. അങ്ങനത്തെ ഇതായിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞ കടകളായി കുറേ കാണുന്നവർ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കൊളാബ മാർക്കറ്റിലാണ് ബോംബെയിലെ ഏറ്റവും ആദ്യം ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വരുന്നത്. ഞാനിവിടെ കണ്ടതെല്ലാം ന്യൂ ഫാഷനായിട്ടുള്ളതാണ്. അതായത് എങ്ങും കണ്ടിട്ടില്ല ഇതണക്കുള്ള ഡ്രസ്സുകളൊന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ആയിരിക്കും, കൊളാബ സൈഡിലായിരിക്കും ആദ്യം വരുന്നത്. കുറച്ച് വില കൂടുതലും ഉണ്ട് കേട്ടോ. എൻ്റെ ഇടയ്ക്കൂടെ ചെടികളുള്ള കടകളൊക്കെ അതേ നോക്ക്. ഇതൊരു കടയാണ്. എൻ്റെ ഫ്രണ്ടിൽ നിറച്ചും ചെടികളാണ്. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഇതെല്ലാം ക്രോപ്പ് ടോപ്പുകളാണ്. ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ മോഡേൺ ഡ്രസ്സുകളാണ് ഒരുപാടും കിട്ടുന്നത്. ഇത് കണ്ടോ, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ശരിക്കും വെറൈറ്റി ഉണ്ട്. पीछे वो इसमें नहीं वो है क्या? दिखाओ, खोल के दिखाओ. ഭയങ്കര മഴയും കാറ്റുമാണ്. ഇतना तूफान आ रहा है. കാറ്റ്
ബോംബെയിലെ മഴ കാണുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ അടുത്ത മഴ കണ്ടിട്ടുണ്ട്, ബോംബെയിൽ മഴയിൽ ആദ്യമായിട്ടാണ് അല്ലേ ചേട്ടാ? ഭയങ്കര മഴ, കാറ്റ്. അങ്ങനെ ഞങ്ങൾ മുംബൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ മോക്ക് ഡ്രില്ലിൻ്റെ പരിപാടിയൊക്കെ നടക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് ചെറിയൊരു പേടി തോന്നി കേട്ടോ. ഞാൻ പറഞ്ഞു, അയ്യോ നമുക്കിന്ന് വരണ്ടായിരുന്നു. അത് ഇത്രയും വലിയ സ്റ്റേഷനല്ലേ, നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള മുംബൈ സ്ഫോടനമൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടി. ഈ സ്ഥലത്തൊക്കെ ആയിരുന്നു അത് അന്ന് സ്ഫോടനമൊക്കെ നടന്നത്. അതൊക്കെ കൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടി തോന്നി. അപ്പോൾ ഏട്ടൻ്റെ കൂടെ പറയുന്നത്, എന്തുമാത്രം ജനങ്ങളാണ് ഇവിടെ ഉള്ളത്, നീ ഒന്ന് പേടിക്കാരി, അങ്ങനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ മോക്ക് ഡ്രില്ലിൻ്റെ പരിപാടികളൊക്കെ തീർന്നായിരുന്നു. പോലീസുകാരെല്ലാം പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ അങ്ങും സ്റ്റേഷനിലൊന്നും വലിയ ഇങ്ങനെയുള്ള സുന്ദരമായിരുന്നു, സുരക്ഷ പോലീസുകാരോ അങ്ങനെ അധികമൊന്നും ഇല്ലായിരുന്നു. നോർമലായിട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേനും പോലീസും പട്ടാളവും ഡോഗ് സ്ക്വാഡും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു. കാരണം മുംബൈ മെയിനായിട്ടുള്ളൊരു സ്റ്റേഷനാണല്ലോ. കാരണം നേരത്തെയൊക്കെ സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര അലേർട്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ മുംബൈയിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോ, ഇവിടെ അധിക സമയം ഇനി നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏട്ടൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും സുരക്ഷയായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുമല്ലേ, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുവാണ്. അപ്പോൾ അവിടുത്തെ ആ ഫാൻ കണ്ടോ, എത്രമാത്രം വലുപ്പമുള്ള ഫാനാണ്. അങ്ങനെ ഞാനവിടെ നിന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ നോക്കുക, എന്ത് ആൾക്കാരാണ് അവിടെ വന്ന് നിൽക്കുന്നത്, എൻ്റെ ദൈവമേ. എന്ത് പ്രശ്നമായാലും ആർക്കും ഒരു പേടിയില്ല. എത്രത്തോളം ആൾക്കാർ എവിടെ പോകുന്നോ എന്തോ, വെക്കേഷനല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തുമായാലും ആർക്കും ഒരു പേടിയില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, സത്യം പറയാമല്ലോ. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ നമ്മൾ അങ്ങ് പോകും. എന്നാലും വീട്ടിൽ എത്തുന്നത് വരെ ഒരു ടെൻഷനായിരിക്കും. എന്തോ ചെയ്യാനാ, വരുന്നതെല്ലാം നമ്മൾ എന്താ പറയുന്നത്, എല്ലാ സ്ഥലത്തും പോലീസും ഇഷ്ടംപോലെയുണ്ട്. ഡോഗ്സിനെ കൊണ്ട് നടക്കുന്നുണ്ട്, ഡോഗ് സ്ക്വാഡ്, ചെക്കിങ് കാര്യങ്ങൾ, മിലിറ്ററിക്കാർ ഒക്കെയുണ്ട് അവിടെ. അങ്ങനെ കുറേ പോലീസുകാർ ഇപ്പോൾ ഉണ്ട്. മിലിറ്ററി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ CST നമ്മുടെ സ്റ്റേഷനാണ്, അതുകൊണ്ട്. കാലി ട്രെയിനാണ്, ക്ലീനൊക്കെ ഇനിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ട്രെയിനാണ്. ഇതിനകത്താണ് നമുക്ക് പോകേണ്ടത്. ഒരു മനുഷ്യരില്ല. നമുക്ക് കയറേണ്ടത് C4. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് തോന്നുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് C4. ഇതിനകത്താണ് കയറേണ്ടത്. നിർത്തിയിട്ടില്ല. അച്ഛനും മോനും കൂടെ ചെന്ന് തട്ടുക. ട്രെയിൻ നിർത്തിയിട്ടില്ല. ട്രെയിൻ നിർത്തിയിട്ട് ചാടി കയറിയാൽ പോരെ. ട്രെയിൻ നിർത്തി തുറന്നില്ല, വണ്ടിയിൽ രണ്ടുപേരും കൂടെ ചാടി കയറാൻ നോക്കുക. ഞാൻ പറഞ്ഞതാ തുറക്കട്ടെ, കയറല്ലേ എന്ന്. തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇതൊരു വാടകയല്ല, ക്ലീനേഴ്സ് ഇതൊക്കെ ഉണ്ടാവേ. അങ്ങ് അറ്റത്താ നമ്മുടെ സീറ്റ്. അങ്ങ് പോകണം. 40, 41, 42 അല്ലേ? ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കില്ല.
ഹായ്, ഞങ്ങളങ്ങനെ മുംബൈയിലെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലെത്തി കുളിച്ച് ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചു. ഒത്തിരി ടയേർഡായിരുന്നു. വെയിലത്തൊക്കെ ഒരുപാട് കിടന്ന് കറങ്ങിയതല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ടയേർഡായി. അങ്ങനെ ഓടി വീട്ടിൽ വന്നു. പക്ഷേ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ബോംബെയിലും മഴയായിരുന്നു. ബോംബെയിൽ മഴ പെയ്യുന്നായിരുന്നു ലാസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നെ ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേന് പിന്നെ അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് കോഫിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി രാത്രിയിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ഭക്ഷണം വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോംബെയിലെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സൗണ്ടൊക്കെ കണ്ട ഇച്ചിരിയായി. ടയേർഡായി മക്കളെ, ടയേർഡായി, ഒത്തിരി ടയേർഡായി. വെയിലും ഭയങ്കരമായിരുന്നേ. ഓക്കെ അപ്പോൾ